ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബനാന കൊണ്ടുള്ളൊരു ജാമാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയംകുടൻ്റെ 6 പഴമാണ്. നമുക്കിത് ചെറുതായി അരിഞ്ഞ് കുക്കറിൽ വേവിക്കാം. അപ്പം ഞാനിത് അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. 1 വിസിലേ അടിക്കാവുള്ളൂ. നമ്മുടെ പഴം ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലോട്ട് ഇത് നമുക്ക് മാറ്റാം, അരിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ അരിച്ചെടുക്കുക. പഴം നന്നായി അരിച്ചെടുത്ത് സ്റ്റൗവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 4 ഗ്രാമ്പു ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതിനകത്തോട്ട് പിഴിഞ്ഞ് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന ഗ്രാമ്പും ഒക്കെ ഒന്ന് മാറ്റാം. ഇത് നന്നായി തിളച്ച് പതഞ്ഞ് ജാമിൻ്റെ പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ മാത്രം ഒരു നുള്ള് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ ഇരിക്കുന്നതോറും പിന്നെയും നല്ലപോലെ കട്ടിയാവും. ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിലോട്ട് ഈ ജാം തേച്ച് കൊടുക്കാം. അപ്പം ഞാനിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല രുചിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.